മെഷീന് 5.5 അടി ഹൈറ്റിൽ നിർത്തുക. മെഷീൻ്റെ എപ്പോഴും ശ്രദ്ധിക്കുക, മെഷീൻ്റെ ആസ്ട്രേ ഒരു സൈഡിലാണുള്ളത്. അപ്പോൾ ആസ്ട്രേ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം മെഷീന് വെക്കാൻ കേട്ടോ. ഈ ഒരു ഹൈറ്റിൽ ഏകദേശം ഫ്ലോറിൽ നിന്ന് ഒരു 5.5 അടി ഹൈറ്റിൽ മെഷീൻ വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം എപ്പോഴും. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ കാണുന്ന രീതിയിൽ ഇവിടെ 2 ഹോളുണ്ട്. ഈ ഹോളിന് പാകമായ സ്ക്രൂ, അത് 8 mm സ്ക്രൂവാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ അളവ് നോക്കിയിട്ട് പോയിന്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യണം. മെഷീൻ്റെ ചുറ്റളവിൽ 3 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു സൈഡിൽ ക്രോസിൽ മാർക്ക് ചെയ്യാം. ഇത് സെൻട്രലായിട്ട് ഹോള് ഇടുക, സ്ക്രൂ സ്ഥാപിക്കാം. ഈ 2 ഹോളിൽ കൃത്യമായ അളവ് രേഖപ്പെടുത്തിയതിനു ശേഷം സെൻട്രലിൽ കൃത്യമായ അളവ് രേഖപ്പെടുത്തുക. അതിനുശേഷം ചുമരിൽ അപ്ലൈ ചെയ്യാം. ചുമരിൽ മാർക്ക് ചെയ്യാം. ഇതുപോലെ 2 ഭാഗത്തും വിശ്വാസം ചെയ്യുക. അതിനുശേഷം മെഷീൻ ഈ ഒരു സ്ക്രൂവിൽ ഹാങ് ചെയ്യുകയാണ് വേണ്ടത്. പ്രോപ്പറായി ഹാങ് ചെയ്യുക. ഇതുപോലെ ശരിക്കും ഹാങ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആവശ്യമായ പൈപ്പ് വെന്റിലേറ്റർ വഴിയോ എയർ ഹോൾ വഴിയോ പുറത്തേക്ക് ഒരു 2 മീറ്റർ 2 അടി ഇട്ട ശേഷം കട്ട് ചെയ്തെടുക്കുക. പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൈപ്പിലൂടെ വെള്ളം മെഷീനിലോട്ട് വരുന്നത് ശ്രദ്ധിക്കണം. പിന്നെ കാറ്റടിച്ചിട്ട് പൈപ്പിൻ്റെ അകത്ത് കൂടെ മെഷീൻ്റെ അകത്തേക്ക് തിരിച്ചു വരുന്നതും ശ്രദ്ധിക്കണം. അപ്പോൾ കാറ്റിന് അനുപാതമായിട്ട് വേണം പൈപ്പ് ഫിക്സ് ചെയ്യാൻ. പൈപ്പ് ഇതുപോലെ മെഷീനിൽ ഉള്ള പൈപ്പിലോട്ട് ജോയിൻ ചെയ്യാണ് വേണ്ടത്. മെഷീന് ജസ്റ്റ് പൈപ്പ് അതിൻ്റെ ഒപ്പം വെച്ചിട്ട് താഴെയോട്ട് പ്രസ് ചെയ്താൽ മതി, ലോക്ക് ആയിക്കോളും. പെർഫെക്റ്റ്. മെഷീൻ്റെ പൈപ്പ് ഇടുമ്പോൾ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 മീറ്റർ 2 അടി പുറത്തോട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പൈപ്പിലൂടെ വെള്ളം ഇറങ്ങാനോ അല്ലെങ്കിൽ കാറ്റ് പൈപ്പിൻ്റെ അകത്തൂടെ കയറി വരാനോ ഉള്ള സാഹചര്യം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഷീൻ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ആവശ്യമാണെങ്കിൽ ക്ലാമ്പ് കൊടുക്കാം. കുട്ടികൾ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് ശ്രദ്ധിക്കാം. ഈ ഡോറ് തുറക്കുക. ഉപയോഗിച്ചുള്ള സാനിറ്ററി പാഡുകൾ മാത്രം ഇതിനകത്ത് നിക്ഷേപിക്കാം. പ്ലാസ്റ്റിക്, പേപ്പർ, തുണികൾ മറ്റുള്ളവയൊന്നും നിക്ഷേപിക്കുന്നത്. സാനിറ്ററി പാഡുകൾ ഇതിനകത്ത് നിക്ഷേപിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, കുളിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അറിഞ്ഞിട്ടായിട്ടുള്ള സാനിറ്ററി പാഡുകൾ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സാനിറ്ററി പാഡുകൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഡോറടച്ചു. കുട്ടികൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട, വലിയ ആളുകൾ ഒഫീഷ്യൽസ് സ്വിച്ച് ഓൺ ചെയ്യാം. അതിനുശേഷം ഡോർ പ്രോപ്പറായിട്ട് അടച്ചു കൊടുക്കുക. ഇവിടെ ബ്രേക്കർ ഉണ്ട്, ഈ ബ്രേക്കർ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ഇത് ഇതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ കാണുന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനുശേഷം വന്നിട്ട് 1/2 മണിക്കൂർ സ്വിച്ച് ഒരു മാസം കഴിയുന്ന സമയത്ത് ഈ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം ചെറിയ ബ്രഷോ അല്ലെങ്കിൽ ചെറിയ ഗ്ലൗസ് നേരിട്ടിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മെഷീൻ്റെ ലൈഫിന് നല്ല ലൈഫ് കിട്ടും. മെഷീൻ്റെ ഹെൽത്തിന് നല്ലതാണ്.
ഓക്കെ.